സ്വാഭാവികമായിട്ടും അബദ്ധത്തിൽ സംഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൈതട്ടി തലയിലൊക്കെ വീഴുന്നത്. അപ്പോൾ അതിന് ഇത്ര വലിയൊരു അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്? ആയിരിക്കാം എന്നതല്ല, ആണ് എന്നതാണ് വസ്തുത. അസ്വാഭാവികമായി ഒന്നും തന്നെ ആ കാര്യത്തിലില്ല എന്ന് എനിക്കും ബോധ്യമുണ്ട്. അത് കണ്ട ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കും ബോധ്യമുണ്ട്. അതിലൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. അതിലെനിക്ക് പരാതിയില്ല. പരാതി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ബോധപൂർവ്വം ചെയ്യുന്നെങ്കിലല്ല നമുക്ക് പരാതി. അബദ്ധത്തിൽ ആർക്കും എവിടെയും ഒരു ആൾക്കൂട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം മാത്രമാണ്. അതിലൊരു പ്രശ്നം, ഈശ്വരാനുഗ്രഹത്തിന് എനിക്ക് വലിയ പരിക്കും പറ്റിയില്ല. അന്നേരം ഉണ്ടായ വേദനയും നീറ്റിലും ഒഴിച്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് എന്തെങ്കിലും കാണും. അല്ലെ പിന്നെ എനിക്ക് പരാതി ഇല്ലാത്തടത്ത് എനിക്ക് മാത്രമല്ല ലോകത്തൊരാൾക്കും പരാതി ഉണ്ടാകേണ്ട കാര്യവുമില്ല. നമ്മുടെ ഒരു ആൾക്കൂട്ടത്തിൽ, അതും സന്തോഷമുള്ളൊരു നിമിഷങ്ങളിൽ ആ സന്തോഷം പങ്കിടാൻ പായസം കൊണ്ടുവന്ന് ആൾക്കൂട്ടത്തിലായതുകൊണ്ട് മുദ്രാവാക്യം വിളിയുടെ ഇടയിൽ കൈ തട്ടിപ്പോയി. അത് ഇത്ര വലിയ സംഭവമാക്കാൻ എന്താ? ഒന്നുകിൽ എനിക്ക് പരിക്ക് കൂടുതൽ. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഒരു പരാതി കിട്ടിയാൽ, മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടി, മുഖ്യമന്ത്രി പോലീസ് DGPക്ക് അയച്ചു കൊടുത്തു. പോലീസിന്റെ സ്വാഭാവിക നടപടിക്രമമായിരിക്കും. അത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അന്വേഷണം ആവശ്യമില്ല എന്നും പറഞ്ഞ് ഞാൻ DGPക്ക് കത്തയച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെ ആളുകളിൽ കുറ്റം ചാർത്തുന്നതാ. ഇപ്പൊ ഇവിടെ നമ്മൾ നിൽക്കുന്നു, ബാക്കിൽ നിന്ന് ഒരാൾ എന്തെങ്കിലും നമുക്ക് തരാൻ ശ്രമിക്കുന്നത് ബോധപൂർവ്വമാണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ മൈക്ക് കൊണ്ട് എന്റെ അടുത്ത് വെക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ മൈക്ക് വെക്കുന്നു, അബദ്ധത്തിൽ മൈക്കൊന്ന് എന്റെ ദേഹത്ത് തട്ടിയാൽ അത് അബദ്ധം മാത്രമാണ്. അങ്ങനെയാണ് ഞാനും പറഞ്ഞത്. ഇതിപ്പോഴേ ബിന്ദുകൃഷ്ണ മിനിസ്റ്ററിന് പിന്നാലെ വലിയ തരത്തിലുള്ള വ്യാപകമായ ട്രോളുകളുണ്ട്. ഒന്ന് നമ്മുടെ ഈ ബിർമാണി ശംഖു, അതിനുശേഷം ഈ പായസം, പിന്നെ ഓരോ ദിവസവും ഇത്തരം വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എൻ്റെ വഴിക്ക് പോകും. നമ്മളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാനും നമ്മളിൽ മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാനും ശ്രദ്ധിക്കും.